നമസ്കാരം, ഒലിവ് മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന അതേ ബട്ടർ ചിക്കൻ. നമുക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി സോൾട്ട്, ജിഞ്ചർ ഗാർലിക്, കശ്മീരി ചില്ലി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, കൂടാതെ നമ്മൾ സ്പെഷ്യലായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല, ലെമൺ ജ്യൂസ്, തൈര് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബട്ടർ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഗരം മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗരം മസാല കഴിഞ്ഞും അല്പം വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ 5-6 നല്ലോണം പഴുത്ത ടൊമാറ്റോസ് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഈ ചിക്കൻ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഈ ചിക്കൻ ഹാർഡായി പോകാതെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ട്രഡീഷണലായിട്ട് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്നത് ക്ലേ ഓവൻ അല്ലെങ്കിൽ തന്തൂർ ഓവനിലാണ്. നമുക്ക് തന്തൂർ ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന് പകരം ഈ ചിക്കൻ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു കത്തി നിൽക്കുന്ന ചാർക്കോൾ പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് അത് 3-4 ഡ്രോപ്പ് നെയ്യ് ഒഴിച്ച് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്മോക്കായി കിട്ടും. നമ്മുടെ ചിക്കൻ തന്തൂർ ഉപയോഗിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഏറെക്കുറെ അതിനോട് അടുപ്പിച്ച് ഒരു ടേസ്റ്റ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ടൊമാറ്റോ സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. അധികം ആളുകളും കുക്ക് ചെയ്യുമ്പോൾ ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആ ഗ്രേവി കൂടുതൽ ക്രീമിയും ടേസ്റ്റിയാക്കി എടുക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഗ്രേവി പോലെ തന്നെ നമുക്ക് ഈ ചിക്കനും ടേസ്റ്റി ആയിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത്. ചിക്കൻ പീസുകൾ ഒന്നുകൂടെ സ്പൈസപ്പ് ചെയ്യാനായിട്ട് ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചാട്ട് മസാല. നമുക്ക് അല്പം ചാട്ട് മസാല ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അല്പം ലെമൺ ജ്യൂസ് കൂടി ചേർത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡാവ സ്റ്റൈൽ തന്നെ ആക്കിയെടുക്കാം. ചിക്കൻ നല്ല സോഫ്റ്റാണ്. ഇനി നമ്മൾ ടൊമാറ്റോസ് ഒന്ന് മാഷ് ചെയ്ത് അതിലേക്ക് മസാലകൾ ചേർക്കാം. ഈ റെസിപ്പിയുടെ ഒരു മെയിൻ ഫൗണ്ടേഷൻ ടൊമാറ്റോസ് ആണ്. ഇതിലേക്ക് നമ്മൾ ഉള്ളിയോ സവോളയോ ചേർക്കുന്നില്ല. ഇനി മസാലകൾ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോൾട്ട്, കശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്പം വെള്ളവും ചേർത്ത് നമുക്ക് ഏകദേശം 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ ഇതൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം. പലർക്കും സംശയം തോന്നാൻ എന്തിനാണ് ഇത്രയും സമയം എടുത്ത് ഈ മസാല കുക്ക് ചെയ്യുന്നത്. നമുക്ക് ടൊമാറ്റോ പ്യൂരേ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റിനകത്തേക്ക് മസാലകൾ ചേർത്ത് 10 മിനിറ്റ് കൊണ്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ പറയുന്നത്. ദാറ്റ്സ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ് ആൻഡ് എ ക്വിക്കർ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ മസാലകൾ സ്പൈസസ് എല്ലാം കൂടി നമ്മൾ ഈ ടൊമാറ്റോ ഗ്രേവിയിലേക്ക് സ്ലോ കുക്ക് ചെയ്ത് ഇൻഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കുലിനറിയിലെ തന്നെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്ലോ കുക്കിംഗ് ആൻഡ് ഇൻഫ്യൂസിങ് ദ ഫ്ലേവേഴ്സ്. നമ്മളിപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഗ്രേവി ലിക്വിഡായി വന്നിട്ടുണ്ട്. ഈ അസിഡിറ്റി കൂടിയ ടൊമാറ്റോസ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് സ്ട്രെയിൻ ചെയ്യണമെന്നൊരു നിർബന്ധമുള്ള കാര്യമല്ല, കാരണം ഈ ടൊമാറ്റോ സീഡ്സ് നമുക്ക് വേർതിരിക്കണമെങ്കിൽ മാത്രം സ്ട്രെയിൻ ചെയ്താൽ മതി. കൂടാതെ നമ്മുടെ ഈ സോസ് ഒന്നുകൂടി സ്മൂത്തായിട്ട് വെൽവെറ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. ആവശ്യാനുസരണം ബട്ടർ ചേർക്കാം. ഞാനിവിടെ 3 പീസ് ബട്ടറാണ് ചേർക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ ഒരു പീസിൽ നിർത്താൻ 2 പീസാക്കാം. ഇനി ഈ ഗ്രേവിയിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആകുന്ന വരെ നമുക്കിത് ചെറുതായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിൽ നിന്ന് ഓയിൽ പതുക്കെ സെപ്പറേറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അല്പസമയം കൂടി ഇതൊന്ന് സ്ലോ ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം വീണ്ടും ഇത് പിന്നിട്ടു. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതിനകത്ത് ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ഗ്രേവി കുക്കായി എന്നുള്ളതാണ്. ഇനി ഗ്രേവി ഒത്തിരി തിക്കാണെങ്കിൽ നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് വീണ്ടും അതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ചേർക്കുന്നത് ബട്ടർ ചിക്കൻ്റെ ഏറ്റവും കീ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതായത് കസൂരി മേത്തി, ഡ്രൈഡ് ഫെനുഗ്രിക് ലീവ്സ്, അതായത് ഉലുവയുടെ ഉണങ്ങിയ ഇല പൊടിച്ചെടുത്തത്. സ്പൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബട്ടർ ചിക്കൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ചൂടുപാലിൽ കശുവണ്ടി നന്നായിട്ട് കുതിർത്ത ശേഷം നല്ലവണ്ണം അത് അരച്ചെടുക്കാം. ബദാം അരച്ചെടുക്കാം.
കൂടാതെ ഈ ഡയറി പ്രോഡക്ട്സ് അലർജി ആയിട്ടുള്ളവർക്കും ഇതുപോലെ നട്ട്സ് സോക്ക് ചെയ്ത് നമുക്ക് അരച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ബട്ടർ ചിക്കൻ മസാല തയ്യാറായി കഴിഞ്ഞു. ഉലുവ മസാലയുടെ ഈ ഒരു എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു മറുനാടൻ രുചിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം.